ഗഫൂർക്കയുടെ വാക്കും കേട്ട് ദുബായ് കാണാനിറങ്ങിയ ദാസിന്റെയും വിജയിന്റെയും മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ധാരാളം നല്ല റോഡുകൾ ഉണ്ടാകുക, എയർപോർട്ടുകൾ ഉണ്ടാകുക, സീ പോർട്ടുകൾ ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദുബായിലെ ഏറ്റവും വലിയൊരു തുറമുഖത്തെക്കുറിച്ചാണ്, സീ പോർട്ടിനെ കുറിച്ചാണ്. ഈ സീ പോർട്ടിന്റെ പേരാണ് ജബൽ അലി എന്ന് പറയുന്നൊരു സീ പോർട്ടാണ്. 1979 ഈ സീ പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തത്. സാധാരണ നമ്മൾ സീ പോർട്ട് പറയുമ്പോൾ രണ്ട് ടൈപ്പ് സീ പോർട്ടുകളുണ്ട്. ഒന്ന് മാൻ മെയ്ഡ് ആയിട്ടുള്ള സീ പോർട്ടാണ്, മറ്റത് നാച്ചുറൽ സീ പോർട്ടാണെന്ന് പറയുന്നു. മാൻ മെയ്ഡ് ആയിട്ടുള്ള സീ പോർട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഡിഗ് ചെയ്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സീ പോർട്ടാണ്, ധാരാളം പൈസ ചിലവ് വരുന്ന സീ പോർട്ടാണ്. അതിനാണ് മാൻ മെയ്ഡ്. അപ്പോൾ ജബൽ അലി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാൻ മെയ്ഡ് സീ പോർട്ടാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 40 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ സീ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സീ പോർട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ദുബായ് പോർട്ട് വേൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ദുബായ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് ആ ദുബായ് പോർട്ട് വേൾഡ് 40ലധികം രാജ്യങ്ങളിൽ ഇതുപോലുള്ള ധാരാളം സീ പോർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏകദേശം 1,20,000 ആളുകൾ ഈ DP വേൾഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെൻറ് സെക്ടറിൽ മാത്രം. ഇനി പ്രൈവറ്റ് സെക്ടറിൽ എടുക്കുകയാണെങ്കിൽ ധാരാളം ഷിപ്പിംഗ് കമ്പനികൾ, ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനികൾ, വെയർ ഹൗസുകൾ, ട്രേഡിംഗ് ആക്ടിവിറ്റീസുകൾ, ട്രേഡേഴ്സ്, ഇവർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ സീ പോർട്ട് കൊണ്ട് ഗുണമുണ്ട്. അപ്പോൾ ഒരു നല്ല സീ പോർട്ട് ഉണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന് എത്രയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ജബൽ അലി സീ പോർട്ട്. ഇന്ന് ദുബായിയുടെ ടോട്ടൽ GDP എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 24% കോൺട്രിബ്യൂട്ട് ചെയ്യണത് ഈ പോർട്ടും അതിൻ്റെ അനുബന്ധ വ്യവസായങ്ങളാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത്രയധികം ആ രാജ്യത്തിൻ്റെ വ്യവസായത്തിന് അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലോകത്തിൽ തന്നെ ഇന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു 10 സീ പോർട്ട് എടുക്കുകയാണെങ്കിൽ 10ാമത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സീ പോർട്ടാണ് ജബൽ അലി പോർട്ട് എന്ന് പറയുന്നത്. ഈ 2024 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജബൽ അലി പോർട്ട് ഒരു വർഷം, അതായത് 2024 എൻഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 15 മില്യൺ TEUs, അതായത് 20 ഫൂട്ട് ഈക്വലന്റ് കണ്ടെയ്നേഴ്സാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. സാധാരണ ഒരു പോർട്ടിൻ്റെ കപ്പാസിറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ കണ്ടെയ്നറുകൾ എത്ര കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു അളവ് നമ്മൾ പറയുന്നത്. സാധാരണ ഈ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ട്രക്കിൻ്റെ ബാക്കിലൊക്കെ ഉള്ള ഒരു കണ്ടെയ്നർ നമുക്ക് കാണാം. 2 ടൈപ്പ് കണ്ടെയ്നറുകളാണ് കണ്ടിരിക്കണേ. ഒന്ന് 20 ഫൂട്ട് കണ്ടെയ്നറാണ്, 20 അടി നീളത്തിലുള്ള ഒരു കണ്ടെയ്നറാണ്. മറ്റത് അതിൻ്റെ ഡബിൾ നീളത്തിലുള്ള 40 ഫൂട്ട് കണ്ടെയ്നറാണെന്ന് പറയുന്നു. അപ്പോൾ 20 അടി നീളത്തിലുള്ള ഈ കണ്ടെയ്നറാണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിന് പറയുന്ന പേരാണ് TEUs, 20 ഫൂട്ട് ഈക്വലന്റ് യൂണിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ 15 മില്യൺ കണ്ടെയ്നറുകളാണ് 2024 കഴിഞ്ഞപ്പോഴേക്കും ദുബായ് ജബൽ അലി പോർട്ടിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചത്. നമ്മൾ ഈ പോർട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വിഴിഞ്ഞം പോർട്ടുണ്ട്. ധാരാളം രാഷ്ട്രീയക്കാർ പ്രത്യാരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് സാധാരണക്കാരന് ഈ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള അറിവ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യമാണ്. ഏകദേശം 1.24 ബില്യൺ ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കുന്നത്. അതിനേക്കാളുപരി ഇന്ത്യ വേൾഡിലെ തന്നെ 5ാമത്തെ ഏറ്റവും വലിയ എക്കണോമിയാണ്. അപ്പം നമ്മുടെ ഒരു എക്കണോമി ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ധാരാളം ഇൻഫ്രാസ്ട്രക്ചറുകൾ ആവശ്യമാണ്. കയറ്റിറക്കങ്ങൾ, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നതിന് നമുക്ക് തുറമുഖങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ തുറമുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം ധാരാളം തുറമുഖങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഈ തുറമുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ട്രേഡുകളെല്ലാം നടക്കുന്നത്, ഇപ്പോൾ ചൈനയിൽ നിന്നൊരു കാർഗോ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെന്ന് ഇരിക്കുക. ഈ കാർഗോ ലോഡ് ചെയ്യുന്നത് ഒരു വലിയ വെസലിലാണ്. ഏറ്റവും വലിയ വെസലുകൾ നമ്മൾ പറയുന്നത് മദർ വെസലുകൾ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ പിക്ചറുകളിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ഏകദേശം 25,000-ഓളം 20 ഫൂട്ട് കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന വലിയ വെസലുകളെയാണ് നമ്മൾ മദർ വെസലുകൾ എന്ന് പറയുക. അപ്പോൾ ഈ മദർ വെസലുകൾ നമ്മൾ വരുമ്പോൾ ഈ മദർ വെസലുകൾ കോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പോർട്ടിന് സൗകര്യം വേണം. അപ്പോൾ ഒരു തുറമുഖത്ത് ഒരു കപ്പൽ വരുമ്പോൾ നമുക്കറിയാം ആ കപ്പൽ എത്രയധികം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അതിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് നമ്മൾ പറയുക. അതിൻ്റെ ആഴമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആഴം കൂടുതലുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് കൂടുതലുണ്ട്, വലിയ വെസലുകൾക്ക് വരാൻ പറ്റും. ആഴം കുറവാണെങ്കിൽ ഡ്രാഫ്റ്റ് കുറവാണ്, ചെറിയ വെസലുകൾക്കാണ് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഇത്ര വലിയ രാജ്യമാണെങ്കിലും, ഇന്ത്യ 5ാമത്തെ എക്കണോമി ആണെങ്കിലും, അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ അതായത് മദർ വെസലുകൾ വരുന്ന അത്രയധികം ഡ്രാഫ്റ്റുള്ള ഒരു ശരിക്കും പറഞ്ഞ സീ പോർട്ട് പോലും ഇന്ന് ഇന്ത്യയിലില്ല. ഇവിടെയാണ് നമ്മൾ ശരിക്കും വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മദർ വെസലുകൾ വരാൻ പറ്റുന്ന, അതായത് 20 മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റുള്ള, അതായത് ആഴമുള്ള ഒരു നാച്ചുറൽ പോർട്ടാണ് ശരിക്കും ഈ വിഴിഞ്ഞത്തുള്ള അദാനി പോർട്ട് എന്ന് പറയുന്നത്. ഇനി അദാനി പോർട്ട് എന്താണെന്ന് നമ്മൾ പറയാം. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പോർട്ടാണ്. 2015 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇത് അദാനി ഗ്രൂപ്പിന് നമ്മളൊരു ലീസ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്. ആ പോർട്ട് ഇപ്പോഴും ശരിക്കും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ്. പക്ഷേ 40 വർഷം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2015 മുതൽ 2054 വരെ 40 വർഷം ഓപ്പറേറ്റ് ചെയ്യുന്നതിന്, അതിനുശേഷം 2 പാർട്ടിക്കാരും സമ്മതിക്കുകയാണെങ്കിൽ 20 വർഷം കൂടി ലീസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ടോട്ടൽ 60 വർഷത്തെ ഒരു ലീസ് എഗ്രിമെൻ്റ് ആണ് അത് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ പോർട്ട് ആ സിറ്റീസ് അവിടെ ഉണ്ട്. അദാനി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അദാനി കമ്പനി അവർ അഡീഷണൽ ആയിട്ട് ഈ പോർട്ടിന് വേണ്ടി $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു 8,000 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അഡീഷണൽ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നു. ഇതാണ് ആ പോർട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പോർട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി പ്രതീക്ഷിക്കാം കേരളത്തിൽ വന്ന് ഒഫീഷ്യലായിട്ട് ഈ അദാനി പോർട്ട് ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇനാഗുറേഷൻ കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അദാനി കമ്പനി പ്രതീക്ഷിക്കുന്നത്, 1 മില്യൺ 20 ഫൂട്ട് ഇക്വലന്റ് കണ്ടെയ്നറുകൾ നമുക്ക് ഒരു വർഷത്തിൽ ഹാൻഡിൽ ചെയ്യാനാണ്. നമ്മൾ ആലോചിക്കുക, ജബലലി ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ 15 മില്യൺ 20 ഫൂട്ട് ഇക്വലന്റ് ആണ് അവർ ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്, അവർ 40 വർഷമായി ഓപ്പറേറ്റ് ചെയ്യുന്നു. നമ്മൾ കുറച്ച് വൈകിയാണെങ്കിലും ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ആലോചിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് കഴിയുമ്പോൾ 1 മില്യൺ 20 ഫൂട്ട് ഇക്വലന്റ് കണ്ടെയ്നേഴ്സ് ആണ് നമ്മൾ അവിടെ ഉള്ളത്. അതിനുവേണ്ടി ഇനി ശരിക്കും പറഞ്ഞാൽ റോഡ് കണക്ടിവിറ്റിയും അതുപോലെ തന്നെ റെയിൽവേ കണക്ടിവിറ്റി ഒക്കെ വരേണ്ടിയിരിക്കുന്നു. അതെല്ലാം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ അതിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയിൽ തീർച്ചയായിട്ടും ശരിക്കും ഈ നമ്മുടെ വിഴിഞ്ഞൻ പോർട്ടിന് പങ്കുണ്ടെന്ന് പറയുന്നു. ഇനി വിഴിഞ്ഞൻ നമുക്കറിയാം തെക്കേറ്റത്തുള്ളൊരു പോർട്ടാണ്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യം ശരിക്കും വികസിക്കുന്ന സമയത്ത് ഒരു മദർ പോർട്ട് മാത്രം നമുക്ക് പോരാ. അപ്പോൾ നമുക്ക് മറ്റൊരു മദർ പോർട്ടും കൂടി വേണം. അതുകൊണ്ടാണ് ഇന്ന് യൂണിയൻ ഗവൺമെൻറ് മുംബൈക്കടുത്ത് ശരിക്കും പറഞ്ഞാൽ വാദ്വാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു മദർ പോർട്ടും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും ആ മദർ പോർട്ടിൻ്റെ ശരിക്കും ഇനാഗുറേഷന് കഴിയും. അതിനുവേണ്ടി ഏകദേശം $10 ബില്യൺ ഇന്ത്യ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ അതിനടുത്തൊരു പുതിയ എയർപോർട്ടിന് വേണ്ടി ഈ പ്രാവശ്യത്തെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വരികയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ മദർ പോർട്ട് എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. രണ്ടാമത്തെ മദർ പോർട്ട് എന്ന് പറയുന്നത് ഈ വാദ്വാൻ എന്നുള്ളത് ആ മദർ പോർട്ടുമാണ് നമ്മൾ വരുന്നത്. ഇനി ഈ രണ്ടാം ഘട്ട വികസനം എന്ന് പറയുമ്പോൾ ഈ അദാനി കമ്പനി ഏകദേശം ഒരു $2.5 ബില്യൺ കൂടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു 2028 ആകുമ്പോഴേക്കും. അപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 2.5 മില്യൺ 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും ശരിക്കും പറഞ്ഞ ഒരു 3.5 ബില്യൺ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോർട്ടിൻ്റെ കപ്പാസിറ്റി ഒരു 3.5 മില്യൺ 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ്സ് ആവും. അപ്പോൾ നമ്മൾ റഫ്ലി ഒരു 2030 ആകുമ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ കപ്പാസിറ്റി ഒരു 3.5 മില്യൺ മെട്രിക് ടൺ ആവും. അപ്പോൾ ജബലലി പോർട്ട് അപ്പോഴേക്കും എത്ര എത്തും, ജബലലി പോർട്ട് അപ്പോഴേക്കും ഒരു 22 മില്യൺ മെട്രിക് മില്യൺ 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ്സിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ മറ്റ് പോർട്ടുകൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ നമ്മളെക്കാളൊക്കെ അതിവേഗത്തിൽ പോവുകയാണ്. കാരണം അവരൊരു 20 വർഷം 30 വർഷമൊക്കെ മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രോത്ത് സ്റ്റോറിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, വാവ്, ഇത് വിഴിഞ്ഞം ഒന്നാമത്തെ പോർട്ടാണ്, ധാരാളം വികസനം നടക്കുന്നുണ്ട്, ഇനി ഭാവിയിലേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഗ്രോത്ത് സ്റ്റോറിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് അദാനി പോർട്ട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. ഞാൻ ഇന്ന് നോക്കുകയായിരുന്നു, അദാനി പോർട്ടിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 1100 രൂപയാണ് വരുന്നത്. 2 ബിരിയാണി കഴിക്കുന്ന കാശേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രോത്ത് സ്റ്റോറി ഇൻട്രസ്റ്റഡ് ആണ്, ഇതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴുള്ള റീറ്റെയിലേഴ്സിന് അങ്ങനെയും നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളോട് ഇവാലുവേറ്റ് ചെയ്യുക. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രോത്ത് സ്റ്റോറിയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടി സാധിക്കുന്നുണ്ട്. താങ്ക് യു.